ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് റിത്തു ഡ്രോസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മാംഗോ മെഡോസിലാണ്, കോട്ടയത്തുള്ള. എവിടെയായിരുന്നു സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഗൈസ്, സോറി. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ വന്നതാണ്. എനിക്ക് അറിയാം ഈ വീഡിയോ ഇച്ചിരി ലോങ്ങാണ്, പക്ഷേ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തൊക്കെ കിട്ടാൻ ഗൈസ്. അപ്പം ഞാൻ അവിടെ ഷൂ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. സാധാരണ അവിടെ ടിക്കറ്റ്സിൻ്റെ രൂപ 350 ആണ്. പക്ഷേ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് 400 ആയിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ചാർജില്ല. അപ്പോൾ അവിടെ ഒരു ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ആ കിഡ്സിൻ്റെ പ്ലേ ഏരിയ പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഗൈസ്. ഇത് അവിടെ കൂടെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിരങ്ങിപ്പോന്ന് ഇത് ഗ്രിപ്പില്ല. ഇതായിരുന്നു ഗൈസ്, ഇതായിരുന്നു ഫണ്ണെന്ന് വെച്ചാൽ ഫണ്ണ്. എന്തോ കറക്കായിരുന്നു എന്നറിയോ. ഇത് നല്ല രസമാണ്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പോയായിരുന്നു. ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ ആയിരുന്നു പോയി. കാരണം അമ്മയ്ക്ക് പേടി അവിടെ തന്നെ വിടാം, അവിടെ കാണാൻ തിരിച്ചും കാണാൻ വീണ. അപ്പോൾ പിന്നെ ഞങ്ങൾ റിക്ഷയിൽ പോയി. ഞാൻ റിക്ഷയുടെ മുന്നിലായിരുന്നു വെച്ചിരുന്നത്, കാരണം സ്ഥലമില്ലായിരുന്നു. അത് 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. ഇതാണ് ഞാനിവിടെ ഇരിക്കുന്നു, മീനിൻ്റെ തീറ്റിയെ പിടിച്ച്. ഫിഷ് ഫീഡിങ്ങിനാണ് ഗൈസ് നമ്മൾ അടുത്ത് പോകുന്നത്. അവിടെ റിക്ഷ ഡ്രൈവർ ആൻറ്റി ഞങ്ങളെ പറ്റി ഞങ്ങൾക്ക് ആ പ്ലാൻസിനെ പറ്റിയെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ പുള്ളിറങ്ങി. പിന്നെ അവിടെ ലാർജസ്റ്റ് ബൈബിളിൻ്റെയും പരശുരാമൻ്റെയും ഒരു സ്റ്റാച്യൂസ് വെച്ചായിരുന്നു. പക്ഷേ അന്നേരം എന്തുകൊണ്ടോ അവിടെ ഞാൻ ഇന്ന് പോയി എടുക്കാൻ പറ്റിയില്ല. അതാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഫിഷ് ഫീഡ് ചെയ്യാൻ പോവാണ് ആ പാലത്തിൻ്റെ മേളിൽ കൂടെ. അപ്പോൾ ഞാൻ ഇട്ട കണ്ടപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു മോഹം ഇടാൻ, അന്നേരം അവൾ വിട്ടു. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഒത്തിരി ഫിഷ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ കോട്ടേജസ് ആണ് അവിടെ കാണുന്നത്. ഞങ്ങൾ അവിടെ ഒരു 10:41 ഇറങ്ങിയിട്ട് ഞങ്ങളവിടെ എത്തിയത് 12:06 ഞങ്ങൾ കവിയൂരു എന്നാണ് കേട്ടോ ഗൈസ് കോട്ടയത്തിന് പോയാൽ. അപ്പോൾ പിന്നെ അവിടെ ഒരു ചക്രം ഉണ്ടായിരുന്നു കറക്കുന്നത്. അവിടുത്തെയും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് അത് ഇടാം. കാരണം അത് ഫോട്ടോ മാത്രമായിട്ടാണ് ഗൈസ് എടുത്തത്. നേരെ അമ്മ എൻ്റെ അനിയത്തിയുടെ അടുത്തായിരുന്നു. ഞാനും അച്ഛനാണ് ഗൈസ് പോയത്. അതിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കോട്ടയുമായിരുന്നു അതിട്ട്. പിന്നെ ആ ചക്രത്തെ ഞാൻ ഇരിക്കാൻ നോക്കിയപ്പോൾ നേരെ കാലെത്തത്തില്ല. കാരണം ഞാൻ ചോട്ടാബൂട്ട കൊച്ചായിരുന്നുണ്ട്, എൻ്റെ കാലെത്തിയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഭയങ്കര ഹൈറ്റായിരുന്നു. ഞാൻ ഒരു വിധത്തിലാണ് കയറിയത്. ഇറങ്ങേണ്ടി വന്നപ്പോൾ അച്ഛൻ എന്നെ കണ്ട് ഇറക്കേണ്ടി വന്നു ഗൈസ്. കാരണം എനിക്ക് പേടിയാണല്ലോ പൊതുവേ. പിന്നെ എൻ്റെ പുതിയ ക്ലാസ്സസാണ്. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വീഡിയോസിലെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് എന്നെ തട്ടിക്കൂട്ടി കളയുവാണ് ഗൈസ്. ഞാൻ കമൻറ്റ് അലോ ചെയ്യാൻ നോക്കുമ്പോൾ കാരണം അതിനകത്ത് കാണിക്കുന്ന പറ്റത്തില്ലെന്നാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ചില വീഡിയോസ് ഷോർട്സിൽ കമൻറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ മറ്റേ ശിവൻ്റെ ആ ഒരു പ്രതിമയുടെ അങ്ങോട്ട് ഞങ്ങൾ വെള്ളത്തിൻ്റെ അവിടെ പോയി. നല്ല ആഴമുണ്ട് ഗൈസ്. ഞങ്ങൾ വീഴാതെ അച്ഛൻ എൻ്റെ കൈ പിടിച്ചേക്കുമായിരുന്നു മുറിക്കെ. എനിക്ക് പേടിയാണല്ലോ. ഞാൻ ഇത് ഫാസ്റ്റിൽ ഇട്ടുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കാണുന്നത്. കാരണം ഇത് വീഡിയോ ഒരു 6 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു. പിന്നെ ശിവൻ്റെ മുടിയെന്ന് ഒരു ഗംഗാദേവി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് ശിവരാക്ഷ മുദ്രയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നില്ല, അപ്പുറത്തോ റൈറ്റിലോട്ട് പോകുന്നുണ്ടല്ലോ, അവിടെ ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു, പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ അതാണ് തിരിച്ച് വരുവാണ് ഗൈസ്. ഞങ്ങൾ എൻ്റെ അച്ചാച്ചനാണ് അതിലൂടെ പോയത്. എൻ്റെ അനിയത്തി കൂടെ വന്നതിന് എൻ്റെ ഗ്രാൻഡ് ഫാദർ പിടിക്കാൻ പോവുക. കാണാം വെള്ളത്തിലെങ്ങാനും പോയാൽ ഫിഷും കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറി വന്ന ജീവിതത്തിൽ. പിന്നെ അടുത്ത് ഞങ്ങൾ പൂളിലാണ് ഗൈസ് പോയത്. അതിന് മുമ്പ് കിഡ്സ് പാർക്ക് വീണ്ടും പോയായിരുന്നു. പക്ഷേ ഇത്രയും വീഡിയോസേ എടുത്തുള്ളൂ. ഇത് ഞങ്ങൾ പബ്ലിക്കും അല്ല, പ്രൈവറ്റ് പൂളാണ്. ഇത് മാംഗോയുടെ ഷേപ്പിലാണ് ഗൈസ്. ഇത് 7.5 ഫുട്ടാണ്. എൻ്റെ അച്ഛൻ ഇത് 5.5 ഫുട്ട് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. ഈ ക്യൂട്ട് ഫോട്ടോയിലായിരുന്നു. പിന്നെ അച്ഛൻ